എൻ്റെ പേര് മോൻസി ഷിജു. ഞാൻ കോതമംഗലത്തിൽ നിന്ന് വരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. 2022 ഡിസംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാറുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെയും ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ഇരിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു എനിക്കൊരു ജോലിക്ക് വേണ്ടി. ആ ജോലി എനിക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് അവർ പോയിട്ട് വരുമ്പോഴത്തേനും എനിക്ക് വരാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ ഓൾറെഡി നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാനത് ഉപേക്ഷിച്ചത്. അപ്പോൾ കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് വീട്ടിലുണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചത്. കുറേ നാളുകൾക്ക് ശേഷമായിട്ട് എനിക്ക് ജോലിയൊന്നും ആവുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ആ മോഹം ഉപേക്ഷിച്ചു. പക്ഷേ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അവിടെ SBIയുടെ ഒരു ഇൻ്റർവ്യൂ വന്നു. ഞാനതിൽ പോയി അറ്റൻഡ് ചെയ്തു. അമ്മയുടെ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ആ ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി. എനിക്കിന്ന് നല്ലൊരു ജോലി അമ്മ തന്നു. അതുപോലെ കുട്ടികളെ വിട്ടിട്ട് കുട്ടികൾ വരുമ്പോഴത്തേനും എനിക്ക് തിരിച്ചെത്താവുന്ന ഒരു ജോലി തന്ന് അമ്മ എന്നെ സഹായിച്ചു. SBIയുടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ നൈറ്റിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു, ഒരു ബ്ലൂ കളറിലെ കാറ്. അപ്പം വണ്ടി മാറാൻ ഉദ്ദേശമില്ലായിരുന്നത് കൊണ്ട് തന്നെ ഞാനത് ഉപേക്ഷിച്ചു. അത് പിന്നെ ശ്രദ്ധിച്ചില്ല. വീണ്ടും ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അതേ വണ്ടി തന്നെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ നമ്മുടെ വണ്ടി മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അമ്മ നമുക്ക് വേറൊരു വണ്ടി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എങ്കിൽ നമുക്കത് മാറാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തു. അമ്മ പറഞ്ഞതുപോലെ തന്നെ ബ്ലൂ കളറിലെ വണ്ടി തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഷോറൂമിൽ വണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ഷോറൂമിൽ നിന്ന് വണ്ടിയുടെ ഫോട്ടോസൊക്കെ അയച്ചു തന്നു. ആ ഫോട്ടോസിൽ ഈ നിൽക്കുന്ന മാതാവിൻ്റെ അതേ രൂപം ഞങ്ങളുടെ 360 ക്യാമറയിലുണ്ടായിരുന്നു ആ വണ്ടിയിൽ. അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ആ വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ടിൽ ആ ക്യാമറയിൽ ആ മാതാവിൻ്റെ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ശരിക്കും അമ്മയാണ് ഞങ്ങൾക്ക് തന്നത് എന്നതിന് ഞങ്ങളെ തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ആ ക്യാമറയിൽ ആ അമ്മയുടെ രൂപം വന്നത്. അതുപോലെ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി ഒത്തിരി രോഗസൗഖ്യങ്ങളുണ്ടായിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ നേരത്തെ ഉള്ളതിനേക്കാളും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്, സ്നേഹത്തോടെ മറ്റുള്ളവരെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവർ കാരുണ്യത്തോടെ നോക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ പത്രം വിതരണം ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ പൊതുമേഖലകളിലാണ് വിതരണം ചെയ്യുന്നത്. പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തി അവർക്ക് സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ നൽകിയാൽ എൻ്റെ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-ാം തിരുവചനം. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. മോൺസി എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഉടമ്പടി ചെയ്തപ്പോൾ ഒരു നിയോഗമായിരുന്നു, ഒരു നല്ല ജോലി ലഭിക്കണം, ഈശോയെ സ്നേഹിക്കുവാനും ഉടമ്പടി കൃത്യമായി പാലിക്കുവാനും ഉതകുന്ന ഒരു നല്ല ജോലി തരണമേ എന്നുള്ളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് SBI ഇൻഷുറൻസിൽ മകൾക്കൊരു നല്ല ഓഫർ നൽകി ഈശോ അനുഗ്രഹിച്ചതെന്നായിട്ട് പറയുന്നു. നമ്മുടെ എത്ര തന്നെ ലഭിക്കില്ല അല്ലെങ്കിൽ സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോഴാണ് ഈശോ നമുക്കെല്ലാം ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് തരുന്നതെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ചേഞ്ച് അവരുടെ വാഹനത്തിൽ അവർ ആഗ്രഹിച്ചതാണ്. പരിശുദ്ധ അമ്മ തന്നെ അമ്മയുടെ സാമീപ്യം നൽകി ഒരു 360 ക്യാമറയിൽ അമ്മയുടെ പ്രതിച്ഛായ പകർത്തിക്കൊണ്ടാണ് അവർക്ക് ഷോറൂമിൽ നിന്ന് അവർക്ക് കാറിൻ്റെ പിക്ചർ അയച്ചു കൊടുത്തത്. ഒരുപാട് പേര് അവർക്ക് ഷെയർ ചെയ്തു. അങ്ങനെ ഒരു സാധ്യത ഒരു ഷോറൂമിൽ നിന്ന് ഉണ്ടാകാത്തതാണ്, അങ്ങനെ സംഭവിക്കുന്നതല്ല. പക്ഷെ അമ്മ തന്നെയാണ് അവരുടെ കൂടെയുള്ളത്. അമ്മ തന്നെയാണ് അവരുടെ കൊച്ചു കാര്യങ്ങൾ, ഒരു ചെറിയ കാര്യങ്ങൾ പോലും തീരുമാനമെടുത്ത് ഈശോയിലേക്ക് വഴി നടത്തുന്നതെന്നാണ് മോൺസി ഇവിടെ ഏറ്റുപറയുന്നത്. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരാണെങ്കിൽ, ഉടമ്പടിയോട് നാം ചേർത്ത് വയ്ക്കുന്നെങ്കിൽ, ഈശോ ആണ് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുന്നതെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് പ്രഥമ സ്ഥാനം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെക്കുറിച്ച് ഏറ്റുപറയുമെന്ന് ഈശോ നമ്മോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കും.
മോൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.